എൻ്റെ പേര് താലിബ്. ഞാൻ, എൻ്റെ ഭാര്യ, മൂത്തമോൻ ആദം, ചെറുതാണ് ഐസ. ഞാൻ പിന്നെ KGF-ലാണ്, കർണാടകയിൽ. അപ്പോൾ ആദ്യത്തെ പിന്നെ ഡെലിവറി സമയത്ത് ഒരു കെയറിംഗ് ഒന്നും സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. ഒന്നാമത് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഭയങ്കര കെയറിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇത് വന്ന സമയത്താണ് ഞാൻ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി. ഇത് നോക്കുമ്പം ഒരു കുഴപ്പമില്ലാത്ത നല്ല റിവ്യൂസ് മാത്രമല്ല, നല്ല ഇത് കണ്ടു. പിന്നെ ആദ്യം ഒരു വട്ടം വന്ന് ഇവിടെ കണ്ടു, വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഇതായിരുന്നു. പിന്നെ പ്രസവിക്കുന്ന ഡെലിവറി ആകുന്നവരെ ഇതായിരുന്നു മനസ്സിലായി എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം നമ്മുടെ ഫാമിലിയിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവങ്ങൾ. ഞാൻ കണ്ണൂരാണ്. പിന്നെ ആ സമയത്തൊന്നും നമുക്ക് പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഇപ്പൊ ഈ അടുത്താണ് പിന്നെ കണ്ണൂരൊക്കെ ഉള്ള ആൾക്കാരെ നമ്മുടെ റിലേഷനൊക്കെ അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. അത് ഞങ്ങളിവിടെ വന്ന മുതൽ ഇപ്പം 40 ദിവസമായി. എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലത് തന്നെ വളരെ സമാധാനം. ഞങ്ങൾ ഒന്നാമത് ഒരാണ് കുടുംബമാണ് ബാംഗ്ലൂരിൽ. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് നമുക്ക് എനിക്ക് ഇപ്പോൾ ഈ 40 ദിവസം എങ്ങനെ ഇതിനെ കൊണ്ടുപോകുന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും, ഏത് രീതിയിലാണല്ലോ. പക്ഷെ അൽഹംദുലില്ലാ വളരെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇവളെന്നെ എപ്പോഴും വിളിച്ചാൽ പറയും, ഓരോ സമയം ഞാൻ അധികം കൂടുതലും ബാംഗ്ലൂരിലാണ്. ഇപ്പോൾ വിളിച്ചാൽ പറയും ഇവിടുത്തെ പിന്നെ ഇവരുടെ കെയറിങ്ങും കാര്യവും. പിന്നെ സമാധാനം, നമ്മൾ ഇത്രയും ദൂരം, എനിക്ക് ഇവിടെ എത്തണമെങ്കിൽ 10 മണിക്കൂർ. പക്ഷെ ആ ഒരു ഇതൊന്നും ഞാൻ അറിയലില്ല. വളരെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഒരാളോട് പിന്നെ ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് 1-2 ആൾ ചോദിച്ചു എങ്ങനെയാണെന്നല്ല. ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, ഇത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇതിന്റെ പിന്നാലെ നമുക്ക് നടക്കാൻ, എന്നെ പോലെ ഒരു ഭർത്താവ് നിലയിൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെല്ലാ കാര്യങ്ങളും എല്ലാത്തിനും പിന്നെ ഒരു ചെറിയ അനുഭവം പറയാം. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പിന്നെ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഫസ്റ്റ് ടൈമിൽ ഇവള് പറഞ്ഞ കുഞ്ഞ് കരയുന്നു. അപ്പോൾ ഇവിടുന്ന് പിന്നെ കൊടുത്ത നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള ആളോട് പറയുന്നതിൽ കൂടുതൽ അടുത്തുള്ള ആൾ. ആ ഒരു വാക്ക് എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞില്ല. പിന്നെ ശരിക്കും 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരേണ്ട ആളാ. 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരേണ്ട ആള് ഞാൻ പിന്നെ 12 ദിവസം കഴിഞ്ഞ് വരാൻ കാരണം അതാ. എനിക്ക് സമാധാനം ഏറ്റവും വേണ്ടതല്ലേ, സമാധാനം. ആ ഒരു വർത്ത് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ. നമ്മൾ പറയുന്നില്ല, ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ഇതൊക്കെ മിസ് ചെയ്യുമെന്ന് പറയരുത്. ഇൻഷാ അല്ലാഹ്.